അപ്പം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് ഈവനിങ്. എന്റെ പേര് മേഘ. ഞാനാണ് നിങ്ങൾക്ക് ഇന്ന് തൊട്ട് ലൈഫ് സയൻസ് എടുക്കുന്നത്. അതായത് ലൈഫ് സയൻസിന്റെ ബയോളജി പോർഷൻസ് ഞാനാണ് എടുക്കുന്നത്. എന്തോ ചാറ്റ് വന്നിട്ടുണ്ടല്ലോ. ആ, ഓക്കെ ഓക്കെ. ശരി. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ്. കാരണം നമ്മുടെ ഇപ്പൊ എക്സാമിന് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻസ് ആണ്. ഈ വൈറ്റമിൻസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് അധികം ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. വൈറ്റമിൻസിന്റെ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടാണ് നമുക്ക് ഉണ്ടാവാറ്. സോ ഞാൻ അതുകൊണ്ട് തന്നെ വൈറ്റമിൻസ് എന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. ഓക്കെ. ഇഷ്യൂയോ കേൾക്കായികയുള്ള പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. മെസ്സേജ് ഇട്ടാലും മതി. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വൈറ്റമിൻസ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം പോകുന്നത് എന്താണ്, എല്ലാത്തിനും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എങ്ങനെയാ ഇവിടെ പറയുന്നത് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റിയും മാക്രോ ന്യൂട്രിയൻസിനെ പറ്റിയും നമ്മൾ ആദ്യം പഠിക്കണം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൈക്രോ മീൻസ് എന്താണ്, സ്മോൾ അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കന്റ് എന്നാണ് നമുക്ക് കോമൺലി നമ്മൾ പറയുന്നത്. മാക്രോ എന്ന് പറയുമ്പോൾ ലാർജ് എന്ന്. സോ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് വളരെ കുറച്ച് എമൗണ്ട്, അതായത് സ്മോൾ എമൗണ്ടിൽ മാത്രം ആവശ്യമേ ഉള്ളൂ. ആ ഒരു സ്മോൾ എമൗണ്ട് മാത്രം മതി ആ ഒരു ന്യൂട്രിയൻസ്. അതുകൊണ്ടാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സ്മോൾ എമൗണ്ട് തന്നെ നമ്മുടെ പല ജിയോ കെമിക്കൽ പ്രോസസ്സുകൾ, അതായത് നമ്മുടെ ശരീരത്തിലെ പല പ്രോസസ്സിനെയും കൈകാര്യം ചെയ്യാൻ ആ ഒരു സ്മോൾ എമൗണ്ടിന് തന്നെ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പല സെല്ലുകളുടെയും ഓർഗൻസിന്റെ ഒക്കെ ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസിന് പറ്റും. നമ്മൾ ഇവിടെ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻസും അതേപോലെ തന്നെ മിനറൽസുകളുമാണ്. വൈറ്റമിൻസും മിനറൽസും നമുക്കറിയാം വളരെ സ്മോൾ എമൗണ്ടിൽ മതി. ഈ ഒരു സ്മോൾ എമൗണ്ട് തന്നെ നമ്മുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഓവറോൾ നമ്മുടെ ഹെൽത്തിന് തന്നെ വളരെയധികം അത്യാവശ്യമുള്ളതാണ്. സോ അതുകൊണ്ടാണ് ഇതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. വൈറ്റമിൻസ് ഇപ്പൊ നമ്മൾ വൈറ്റമിൻസ് ഒന്നും അധികം കഴിക്കില്ലല്ലോ. മാക്രോ ന്യൂട്രിയൻസ് കേസ് പോലെയല്ല. മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ മൈൽഡ് ആയിട്ട് കഴിക്കുന്നതാണ് നമ്മൾ. നമ്മളെ ബോഡി ഫംഗ്ഷൻസിന് വളരെയധികം റോള്, അതായത് നമ്മുടെ എൻസൈം, നമ്മുടെ ശരീരത്തിലെ എൻസൈം പ്രൊഡക്ഷൻ, ഹോർമോണുകൾ റെഗുലേറ്റ് ചെയ്യുന്നതില്, അതേപോലെ നമ്മുടെ ശരീരത്തിലെ കോശ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിൽ വളരെയധികം റോൾ ഉണ്ട് ഈ ഒരു വൈറ്റമിൻസിന് എന്ന് പറഞ്ഞാൽ. ഇനി മാക്രോ ന്യൂട്രിയൻസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ മൈക്രോനെ പറ്റി പറഞ്ഞു. മാക്രോ മീൻസ് എന്താ? മാക്രോ മീൻസ് ലാർജ് കമ്പയർഡ് ടു മൈക്രോ. മാക്രോ ഇസ് ലാർജ്. സോ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്മോൾ ക്വാണ്ടിറ്റി അല്ല, നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി മാക്രോ ന്യൂട്രിയൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ് നമ്മൾ എക്സാമ്പിൾ പറയുന്നത്? നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഡെയിലി കഴിക്കുന്നതാണ്. എന്ത്? റൈസ്. അപ്പൊ ഈ റൈസ് ഒക്കെ നമ്മൾ കുറച്ച് എമൗണ്ട് മാത്രമല്ല കഴിക്കുന്നത്, ഒരുപാട് എമൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. റൈസ്, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെ. സോ അതുകൊണ്ടാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൈക്രോയും മാക്രോയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് വൈറ്റമിൻ? അതാണ് നമ്മൾ ഇവിടെ കിടക്കുന്നത്. നമ്മുടെ മെയിൻ സാധനത്തേക്ക് നമ്മൾ എത്തുന്നേ ഉള്ളൂ. വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ എന്താ? സെർട്ടൈൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സുകളാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ആർ നീഡഡ് ബൈ ബോഡി ബട്ട് നോട്ട് കനോട്ട് ടു മാനുഫാക്ചർ ബൈ ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വൈറ്റമിൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ വൈറ്റമിൻ നമ്മുടെ ശരീരം മാനുഫാക്ചർ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ശരീരം മാനുഫാക്ചർ ചെയ്യുന്നില്ല. പക്ഷെ നമുക്ക് ഇത് എവിടെ നിന്ന് കിട്ടണം? നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ, അല്ലെങ്കിൽ മെയിൻലി ഒപ്റ്റെയിൻ ഫ്രം അവർ ഫുഡ്. നമ്മുടെ ഫുഡിലൂടെയാണ് നമുക്കിത് ഒപ്റ്റെയിൻ ചെയ്യുന്നത്. പിന്നെ പല റിയാക്ഷൻ, നമ്മുടെ ശരീരത്തിലെ പല റിയാക്ഷൻ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനും ഈ ഒരു വൈറ്റമിൻസിന് റോൾ ഉണ്ട്. ഓക്കെ. അപ്പൊ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഞാൻ പറയാം എന്താണ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവം, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പദാർത്ഥമാണ്. പിന്നെ അതേപോലെ നമ്മുടെ ശരീരം മാനുഫാക്ചർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനു വേണ്ടി എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? നമ്മൾ ഫുഡിൽ നിന്നുമാണ് നമ്മൾ മിക്ക വിറ്റാമിൻസും നമ്മൾ ആശ്രയിക്കുന്നത്. ഇനി അടുത്തത് ഉള്ള ഒരു ഏരിയക്കാണ് പോകുന്നത്. ഇപ്പൊ ഈ വൈറ്റമിനെ പറ്റി ഞാൻ പറയും, എവിടെ നിന്ന് ഈ വൈറ്റമിൻ ഉത്ഭവിച്ചു, അല്ലെങ്കിൽ ആര് ഇതിന് പേര് നൽകി എന്നുള്ള ഒരു ഏരിയക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്തും ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ തുടങ്ങുക. അതായത് ഹോപ്കിൻ ആണ്, അതായത് സർ ഫ്രെഡറിക് ഗോലാൻ ഹോപ്കിൻസ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഈ ഒരു വൈറ്റമിൻസിനെ ഡിസ്കവർ ചെയ്ത ആള് നമ്മുടെ ഹോപ്കിൻ ആണ്. ഹോപ്കിൻ മാത്രമല്ല, സോറി, ഹോപ്കിൻ തന്നെയാണ് ഡിസ്കവർ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഡിസ്കവർ ചെയ്തുകൊണ്ട്, കാരണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ വൈറ്റമിൻ. അപ്പൊ ഈ വൈറ്റമിൻ ഡിസ്കവർ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിൽ നോബൽ പ്രൈസ് കിട്ടി. നോബൽ പ്രൈസ് എന്നാ കിട്ടിയത്? 1929, അതായത് 1929 ഫിസിയോളജി ആൻഡ് മെഡിസിൻ വിഭാഗത്തിന് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി. കൂട്ടുകാരൻ ആരുണ്ടായിരുന്നു? കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഐജക്മാൻ എന്ന പേഴ്സണും കൂടെ ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ടാണ് 1929 എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ ചിലപ്പോ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം ഇങ്ങനെ രണ്ടുപേരുണ്ട് എന്ന്.
പക്ഷെ നമ്മൾ ആകെ പഠിച്ചിരിക്കുന്നത് ഹോപ്പ്മാനെ പറ്റി മാത്രമാണ്. സോ അതും കൂടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നെയിമും കൂടെ തന്നത്. അപ്പൊ വൈറ്റമിൻസിനെ ഡിസ്കവർ ചെയ്ത ആളാണ് ഹോപ്കിനും അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ എയ്ച്ച്മാനും കൂടിയിട്ട് അവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്തു, നോബൽ പ്രൈസ് കിട്ടി. ഇനി അതേപോലെ തന്നെ ഈ ഹോപ്കിൻ ആണ് നമ്മുടെ അമിനോ ആസിഡ് ആയിട്ടുള്ള ട്രിപ്റ്റോഫാൻ ഡിസ്കവർ ചെയ്ത് 1901 അമിനോസിൻ ട്രിപ്റ്റോഫൻ, നമ്മൾ പല അമിനോ ആസിഡുകളും പഠിക്കുമല്ലോ. സോ അമിനോ ആസിഡ് ട്രിപ്റ്റോഫാൻ ഡിസ്കവർ ചെയ്ത ആള് നമ്മുടെ ഈ ഒരു ഹോപ്കിൻ ആണ്. അപ്പൊ ഇങ്ങനെ ഡിസ്കവറി മാത്രമാണ് ആര് ചെയ്തിട്ടുള്ളൂ, ഹോപ്കിൻ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വൈറ്റമിൻ എന്ന പേര്, ആ ഒരു പേരിടെ നമുക്ക് 28-ന് നമ്മുടെ നോർമലി നമ്മൾ എല്ലാവരും ജനിച്ചു കഴിഞ്ഞാൽ 28 നമുക്ക് പേരിടും. അതേപോലെ ഇവർക്ക് ഒരു പേര് കൊടുത്തത് ആരാണ്, കാസിമർ ഫങ്ക് ആണ്. 1912 അതായത് 1912 കാസിമർ ഫങ്ക് ആണ് ഇവർക്ക് വൈറ്റമിൻ എന്ന പേര് കൊടുത്തത്. ഹി കോയിൻ ദ ടേം വൈറ്റമിൻ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് എന്തറിയപ്പെടുന്നു, ഫാദർ ഓഫ് വൈറ്റമിൻ തെറാപ്പി, വൈറ്റമിൻ തെറാപ്പിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഓക്കെ അല്ലേ? ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ, കേൾക്കാലോ, ക്ലിയർ അല്ലേ പറയുന്നത്? ഒന്ന് മെസ്സേജ് ഇടോ. എന്തെങ്കിലും ഇഷ്യൂ? ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കാണ് കുറച്ചും കൂടെ. അതായത് സോലബിലിറ്റി ബേസിൽ, അതായത് ലയനത്വത്തിന്റെ ബേസിൽ വൈറ്റമിൻസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്നും നമ്മൾ വെള്ളത്തിൽ ലയിക്കുന്ന, അതായത് വാട്ടർ സോലബിൾ വിറ്റാമിൻസ് ആൻഡ് ഫാറ്റ് സോലബിൾ വിറ്റാമിൻസ്. അതായത് ഫാറ്റ് സോലബിൾ വിറ്റാമിൻസും വാട്ടർ സോലബിൾ വിറ്റാമിൻസും ആണ് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് വൈറ്റമിൻസ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കോഡാണ് അഡക് ആണ്. അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. ഈ വൈറ്റമിൻസ് ആണ് എന്ത് എന്ന് പറയുന്നത്, ഫാറ്റ് സോലബിൾ വൈറ്റമിൻ. മാം വോയിസ് ബ്രേക്ക് ആവുന്നു. വൈറ്റമിൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ വാട്ടർ രണ്ട് ടൈപ്പ് വൈറ്റമിൻസ് ആണുള്ളത്, ഫാറ്റ് സോലബിൾ ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർ സോലബിൾ ഉണ്ട്. വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും ആണ് നമ്മുടെ വാട്ടർ സോലബിൾ. ബാക്കി വൈറ്റമിൻസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് സോലബിൾ. ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ, നെറ്റ് കണക്ഷൻ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇല്ല മാം, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ശരി ശരി. അല്ല, നെറ്റ് കണക്ഷൻ എന്തോന്ന് കാണിച്ചു, അതുകൊണ്ട് ചോദിച്ചാണേ. ശരി ഓക്കെ. അപ്പൊ ഇനി വൈറ്റമിൻസിന്റെ ഒരു ഫ്ലോ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വാട്ടർ സോലബിൾ ഉണ്ട്, സോലബിൾ ഉണ്ട്. വാട്ടർ സോലബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സും. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ്, എത്ര വൈറ്റമിൻസ് ഉണ്ട്, B1, B2, B3, അതേപോലെ തന്നെ ബയോട്ടിൻ, പാൻഡോതെനിക് ആസിഡ്, അതേപോലെ വൈറ്റമിൻ B6, പിന്നെ അതേപോലെ തന്നെ ഫോളേറ്റ് ആൻഡ് വൈറ്റമിൻ B12. അപ്പൊ B1, B2, B3 തൊട്ടിട്ട് B12 വൈറ്റമിൻസ് വരെയാണ് ബി വൈറ്റമിൻസ്, അതായത് ബി കോംപ്ലക്സ് വിറ്റാമിൻസ് നമ്മൾ പറയുന്നത്. അത്രയാണ് ബിയും അതേപോലെ തന്നെ വൈറ്റമിൻ സിയും ആണ് വാട്ടർ സോലബിൾ ഉള്ളത്. ഇനി ഫാറ്റ് സോലബിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡക്, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ആണ് വരുന്നത്. ഇനി ഫസ്റ്റ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എന്ത് കഴിക്കും, നമ്മളെ വീട്ടിൽ മുരിങ്ങ അതേപോലെ ക്യാരറ്റ് ഒക്കെ കഴിക്കുമ്പോൾ പറയും ക്യാരറ്റ് കഴിക്കണം, കണ്ണിന് നല്ലതാണ്. അതേപോലെ മുരിങ്ങ കഴിക്കണം, കണ്ണിന് നല്ലതാണ് എന്നൊക്കെ നമ്മളെ സാധാ ടിപ്പിക്കൽ മലയാളീസ് എല്ലാവരും പറയുന്നതാണ്. അത് സത്യം തന്നെയാണ്. സോ ഇതിന്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് മിൽക്കില്, ബട്ടറില്, എഗ്ഗില്, ക്യാരറ്റില് നോക്കിക്കേ, ക്യാരറ്റില്, കോളിഫ്ലവർ ഓയില്, ടൊമാറ്റോ, പംകിൻ, മത്തങ്ങയില്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമ്മുടെ ചീര, മുരിങ്ങ അങ്ങനത്തെ ഏജൻസിലൊക്കെ നന്നായിട്ടുള്ള സാധനമാണ് വൈറ്റമിൻ എ. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിനൊക്കെ നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസ്കവർ ചെയ്ത ആൾക്കാരുടെ പേര് നമ്മൾ നന്നായി നോക്കണം. എൽമർ മാക്കലോവും മാർഗറൈറ്റ് ഡേവിസും ആണ് ഇത് ഡിസ്കവർ ചെയ്തത്. ഡിസ്കവേർഡ് ബൈ എൽമർ മാക്കലോവും മാർഗറൈറ്റ് ഡേവിസും ആണ് വൈറ്റമിൻ എ ഡിസ്കവർ ചെയ്തത്. ജസ്റ്റ് പേര് നോക്കണേ, നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുപോരുത്. മാക്കലോവും മാർഗറൈറ്റും എന്ന് പഠിച്ചാൽ മതി. ഇനി ഇതിന്റെ വൈറ്റമിൻ എയുടെ സോഴ്സസ് ഞാൻ പറഞ്ഞു, ഏതിൽ നിന്നൊക്കെ കിട്ടും, ക്യാരറ്റിൽ നിന്ന് കിട്ടും, പംകിൻ നിന്ന് കിട്ടും, ടൊമാറ്റോ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിന്ന് കിട്ടും. വൈറ്റമിൻ എ കൊണ്ടുണ്ടാവുന്ന ഡിസീസുകളാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് കോമണായിട്ട് അറിയും, സിറോഫ്താൽമിയ, അതേപോലെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, പിന്നെന്താ ബിറ്റോട്ട് സ്പോട്ട്, കെറാറ്റോ മലേഷ്യ, ഇങ്ങനെയുള്ള ഡിസീസുകളൊക്കെ നമ്മൾ കോമൺലി പറയുന്നതാണ്. എന്താണ് സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ? അതായത് സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നന്നായി വരണ്ടിട്ട് നമ്മുടെ കോർണിയ അധാര്യമായി പോവാന്നാണ് പറയാ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും കോർണിയ, ഭയങ്കരമായിട്ട് കോർണിയക്ക് ലൈറ്റ് ഒന്നും കടത്തി വിടാത്ത അത്രയും അത് ഡ്രൈ ആയിട്ട് ആകും. നമ്മുടെ കണ്ണിന് പിന്നെ കാഴ്ച പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ക്യാൻ കോസ് ഡ്രൈനെസ്, ഡ്രൈ ഐസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് ഈവൻ കംപ്ലീറ്റ് കോർണിയൽ ഡിസ്ട്രക്ഷൻ. അതായത്
കണ്ണാകെ നമ്മുടെ കോർണിയാകെ വരണ്ടിട്ട് നമുക്ക് കാഴ്ചയൊന്നും ഉണ്ടാവില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ്, രാത്രിയൊന്നും കാണാൻ പറ്റാണ്ടായിരിക്കും. കംപ്ലീറ്റ് നമ്മുടെ കോർണിയയുടെ പോർഷൻ തന്നെ, ഈ ഒരു കോർണിയയുടെ പോർഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്തു. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലേ വിചാരിക്കുക, നമ്മളിപ്പോ ശ്രദ്ധിക്കാണ്ട് നമ്മളിപ്പോ അവോയ്ഡ് ചെയ്ത് വിചാരിക്കുക, അങ്ങനെയാണ് കഴിഞ്ഞ് ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ്, അത് നമുക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കാഴ്ച നഷ്ടമാവുന്ന ഒരു കണ്ടീഷൻ ആണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് വരണ്ടു പോവുക. ഇവിടെ ചിത്രത്തിൽ കാണാം, ഇതാ ഇവിടെ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഡ്രൈനെസ് തോന്നും. ഇങ്ങനെ ഒരു ഡ്രൈനെസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ തന്നെ അതെന്താണ്, നമ്മുടെ സിറോഫ്താൽമിയ ആണ് ആ ഒരു ഡിസീസ്. അടുത്ത നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇനഫ് ആയിട്ട്, അതായത് നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ ഇല്ലാണ്ടിരിക്കുക വിചാരിക്കുക, വൈറ്റമിൻ എ ഡെഫിഷ്യന്റ് ആണെങ്കിൽ, നമുക്ക് അത്യാവശ്യത്തിന് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ എന്താണ്, നമുക്ക് ഇരുട്ടത്തും അതേപോലെ തന്നെ രാത്രി ഒന്നും കണ്ണ് കാണാൻ പറ്റില്ല, ഡിം ലൈറ്റിലൊന്നും നമുക്ക് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാല്. നമ്മൾ എന്ത് പറയും മലയാളത്തില്, നിശാന്തത. ഉം. ഇതാണ് നമ്മുടെ നൈറ്റ് ബ്ലൈൻഡ്നെസ്. അടുത്താണ് ബിറ്റോർ സ്പോട്ട്. ബിറ്റോർ സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കണ്ണില് കൺജക്ടൈവ പോർഷൻ, ഈ വൈറ്റ് ആയിട്ടുള്ള കൺജക്ടൈവ പോർഷൻ, ഈ കൺജക്ടൈൽ എന്ത് ചെയ്യും, കെരാറ്റിൻ വന്നിട്ട് അടിയും, കെരാറ്റിൻ വന്ന് അടിയും. ഈ കെരാറ്റിൻ വന്ന് അടിയുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പോട്ടായിട്ട് മാറും. ചിലപ്പോ കെരാറ്റിൻ എങ്ങനെ കാണും, നോ എന്ന് പറഞ്ഞു, എന്തെങ്കിലും കേൾക്കാൻ ഇല്ലാത്തോണ്ടാണോ നോ എന്ന് പറഞ്ഞേ? ഓഡിബിൾ ആണ് മാം. ഓക്കെ ശരി ശരി. ആ അപ്പോ വിത്തൗട്ട് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണില് എന്താണ്, നമ്മുടെ കണ്ണിലെ കൺജക്ടീവ പോർഷനിൽ മെയിൻ ആയിട്ട് കെരാറ്റിൻ വന്ന് അടിയും. കെരാറ്റിൻ വന്ന് അടിയുന്നത് ചിലപ്പോൾ ഓവൽ ഷേപ്പ് ആയിട്ട് അടിയും, അല്ലെങ്കിൽ ട്രയാങ്കുലേറ്റർ ഷേപ്പ്, അല്ലെങ്കിൽ ഒരു ഷേപ്പും ഇല്ലാണ്ട് ഏത് ഷേപ്പിൽ വേണേ അടിയാം. അപ്പൊ ഇതിന്റെ ഒരു ഷേപ്പ്, പ്രത്യേക ഷേപ്പ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഓവൽ ആവാം, ചിലപ്പോൾ ട്രയാങ്കുലർ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഇറഗുലർ ഷേപ്പ് ആയിട്ട് നമ്മുടെ കൺജക്ടീവ പോർഷൻ, നമ്മുടെ കണ്ണിലെ കൺജക്ടീവ പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കെരാറ്റിൻ വന്നിട്ട് അടിയുന്നുണ്ട്. ഈ കെരാറ്റിൻ, ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു സ്പോട്ട് കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി നന്നായിട്ടുണ്ട്. ഇത് ഉണ്ടാങ്കിൽ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ കോർണിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഭയങ്കര, പിന്നീട് അത് എന്ത് ചെയ്യും, അങ്ങനെയും ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് സിറോഫ്താൽമിയയ്ക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ബിറ്റോട്ട് സ്പോട്ട് ഉണ്ടാവുന്നത്. ബിറ്റോട്ട് സ്പോട്ട് പറഞ്ഞാൽ കെരാറ്റിൻ വന്നിട്ട് അടിയാണ്, ബിൽഡപ്പ് ഓഫ് കെരാറ്റിൻ എന്ന് പറയുന്നത്, കെരാറ്റിൻ വന്നിട്ട് അടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കെരാറ്റിൻ വന്ന് അടിഞ്ഞ് കഴിഞ്ഞ് ബിറ്റോട്ട് സ്പോട്ട് ഉണ്ടാവുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കോർണിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇതാ ഇതാ നമുക്ക് ഇവിടെ വന്ന് അടിഞ്ഞിട്ട് കാണാം, വന്ന് അടിഞ്ഞ് ഭയങ്കരമായിട്ട് അടിയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബിറ്റോട്ട് സ്പോട്ട് തന്നെ, ഒരു സ്പോട്ടായിട്ട് നമുക്ക് കാണാം. കെരാറ്റോ മലേഷ്യ. കെരാറ്റോ മലേഷ്യ എന്ന് പറഞ്ഞാലും വൈറ്റമിൻ എയുടെ കുറവ് വഴി തന്നെയാണ്. വൈറ്റമിൻ എ ഇസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സ്പെഷ്യലൈസ് എപ്പിത്തീലിയ, അതായത് നമുക്കറിയാം എപ്പിത്തീലിയൽ സെല്ലുകൾ ഉണ്ട് നമ്മുടെ കണ്ണില്. അപ്പൊ ഈ എപ്പിത്തീലിയൽ സെൽസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ജോലി ആർക്കാണ്, വൈറ്റമിൻ എക്കാണ് എപ്പിത്തീലിയൽ സെല്ലിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ജോലി. ഈ സ്പെഷ്യലൈസ്ഡ് എപ്പിത്തീലിയയ്ക്കുള്ള ഇഷ്യൂസ് ആണ് നമ്മുടെ കെരാറ്റോ മലേഷ്യ എന്ന് പറയുന്ന രോഗത്തിന് കാരണം. അതായത് നമ്മുടെ കോർണിയയിലും നമ്മുടെ കൺജക്ടൈവയിലും ഒക്കെ കാണുന്ന എപ്പിത്തീലിയൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രത്യേക തരം എപ്പിത്തീലിയൽ സെൽസിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ എപ്പിത്തീലിയൽ സെല്ലിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതാണ് കെരാറ്റോ മലേഷ്യക്ക് കാരണമായിട്ട് വരുന്നത്. ഇതാ കേട്ടോ, എപ്പിത്തീലിയൽ സെൽസ് ഒക്കെ ഡാമേജ് ആയിട്ട് നമ്മുടെ കണ്ടീഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക്, ഐറിസ് തന്നെ ഇല്ലാത്ത പോലെയാണ്. സോ നമ്മളിവിടെ പഠിച്ച ഡിസീസ് സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതേപോലെ തന്നെ ബിറ്റോട്ട് സ്പോട്ട്, കെരാറ്റോ മലേഷ്യ. നിങ്ങൾ എന്താണ് കാര്യം മനസ്സിലാക്കിയത്, അത് അങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാവും. പേര് നോക്കിയാൽ മതി ഏതൊക്കെയാണ് വൈറ്റമിൻ എയുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസുകളാണ്, സിറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബിറ്റോട്ട് സ്പോട്ട്, കെരാറ്റോ മലേഷ്യ. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വിഷൻ ആണ്. നമുക്ക് എന്തിനാണ് നമ്മൾ കണ്ണിന് നല്ലതാ പറയുമ്പോൾ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ, വിഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ജീൻ ട്രാൻസ്ക്രിപ്ഷനിൽ, അതായത് ജീൻ ട്രാൻസ്ക്രിപ്ഷനിൽ റോള് പറഞ്ഞാൽ നോർമലി ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ എന്താ, ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒക്കെ റിലേറ്റഡ് ടു പ്രോട്ടീൻ സിന്തസിസുമായിട്ടാണ്. പ്രോട്ടീൻ സിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്ത വേർഡ്സ് ആണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ ഒക്കെ നമ്മൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്കറിയാം ഈ വൈറ്റമിൻ എയുടെ ആക്റ്റീവ് ഫോം എന്ന് പറഞ്ഞാല് റെറ്റിനോയിക് ആസിഡ് ആണ്. ഈ റെറ്റിനോയിക് ആസിഡ് ആണ് വൈറ്റമിൻ എയുടെ ആക്റ്റീവ് ഫോം. എന്ന് പറയുന്നത് റെറ്റിനോയിക് ആസിഡ് ആണ്. അപ്പൊ ഈ ഒരു റെറ്റിനോയിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സെൽ മെമ്പറൈനിൽ, അതായത് കോശ
മെംബ്രെയിനിലെ കോശസ്തരത്തിലെ റെറ്റിനാൽ റിസെപ്റ്റക്കിൾസ് അതായത് നമ്മുടെ റിസെപ്റ്റക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെറ്റിനോയിക് ആസിഡ് പോയിട്ട്, ഈ ഒരു ആക്റ്റീവ് ഫോം ആയിട്ടുള്ള റെറ്റിനോയിക് ആസിഡ് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ കോശസ്തരത്തിൽ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനുള്ള റെറ്റിനാൽ റിസെപ്റ്റക്കിൾസ് ആയിട്ട് പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ആ ബൈൻഡ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ജീൻ ട്രാൻസ്ക്രിപ്ഷന് കാരണമാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ ജീൻ ട്രാൻസ്ക്രിപ്ഷനെ ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് നമ്മള്. അതാണ് ഇവിടെ ജീൻ ട്രാൻസ്ക്രിപ്ഷനിൽ എന്താണ് വൈറ്റമിൻ എക്ക് റോള് എന്ന് പറഞ്ഞാൽ, അതായത് റെറ്റിനോയിക് ആസിഡ്, നമ്മുടെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള റെറ്റിനോയിക് ആസിഡ് നമ്മുടെ കോശസ്തരത്തിലുള്ള റെറ്റിനാൽ റിസെപ്റ്റക്കിൾസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. ഈ ബൈൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ സെൽ ഡിഫറൻസിയേഷനിലൊക്കെ വലിയ റോൾ ഉണ്ട്. സെൽ ഡിഫറൻസിയേഷൻ, കോശ വിഭജനം ഒക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കോശ വിഭജനത്തിലും പിന്നെ അതേപോലെ തന്നെ ഗ്രോത്തില്, സെൽ ഗ്രോത്തിലൊക്കെ വലിയ റോൾ ഉണ്ട് അവർക്ക്. പിന്നെയാണ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ, പിന്നെ എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എംബ്രിയോണിക് ഡെവലപ്മെന്റും ഇതേപോലെ തന്നെ എന്താണ്, ഈ റെറ്റിനോയിക് ആസിഡ്, ആക്റ്റീവ് ഫോം ആയിട്ടുള്ള ഈ റെറ്റിനോയിക് ആസിഡ് എന്ത് ചെയ്യുന്നുണ്ട്, റെറ്റിനോയിക് ആസിഡ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവും അതേപോലെ തന്നെ ഹേർട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി പാത്വേക്ക്, സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് കാരണമാവുന്നുണ്ട്, അതിന്റെയൊക്കെ ഡെവലപ്മെന്റിന് കാരണമാവുന്നുണ്ട്. സോ റെറ്റിനോയിക് ആസിഡിന് വളരെയധികം റോൾ ഉണ്ട്. റെറ്റിനോയിക് ആസിഡ് ഞാനിപ്പോ പറഞ്ഞു ജീൻ ട്രാൻസ്ക്രിപ്ഷനിൽ റോൾ ഉണ്ട്, പിന്നെ എംബ്രിയോണിക് ഡെവലപ്മെന്റ് റോൾ ഉണ്ട്. അടുത്താണ് ഹീമാറ്റോപോയിസിസ്. ഹീമാറ്റോപോയിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുതിയ ബ്ലഡ് സെല്ലുകൾ ഉണ്ടാവുന്ന ഫോർമേഷൻ ആണ് നമ്മൾ ഹീമാറ്റോപോയിസിസ് എന്ന് പറയുന്നത്. അപ്പൊ വൈറ്റമിൻ എക്ക് ഈ ഒരു ഹീമോറ്റോപോയിസിസിൽ പുതിയ പുതിയ ബ്ലഡ് സെല്ലുകൾ ഉണ്ടാവുന്നതിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ സ്കിൻ ആൻഡ് സെല്ലുലാർ ഹെൽത്ത്, നമ്മുടെ കോശത്തിന്റെ ആരോഗ്യത്തിനും നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെയധികം അത്യാവശ്യമുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് വിഷൻ, കാഴ്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ്. ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നോക്കി വെക്കണം, ഇമ്മ്യൂൺ ഫംഗ്ഷൻ, എംബ്രിയോണിക് ഡെവലപ്മെന്റ്, ഹിമാറ്റോപോയിസിസ്, സ്കിൻ ആൻഡ് സെല്ലുലാർ ഹെൽത്ത്. ക്ലിയർ അല്ലേ? ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ വൈറ്റമിൻ എ? ഓക്കെ അല്ലേ? ക്ലിയർ ആ ആണ് മാം. ഓക്കെ ശരി ശരി ശരി. അടുത്താണ് നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ്. നമ്മൾ വൈറ്റമിൻ എ കംപ്ലീറ്റ് ആയി, വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. വൈറ്റമിൻ ബി കോംപ്ലക്സിൽ നമുക്ക് B1 ഉണ്ട്, B2 ഉണ്ട്, B3 ഉണ്ട്, B5 ഉണ്ട്, B9 ഉണ്ട്, B12 ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ പഠിക്കാനുണ്ട്. B1 എന്ന് പറഞ്ഞാൽ അതിന്റെ രാസനാമമാണ് നമ്മുടെ തയാമിൻ. തയാമിൻ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പൊ ഈ തയാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ B1ന്റെ രാസനാമം. അപ്പൊ ഇത് ഈ ഒരു B1ന്റെ കുറവ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് ബെറിബെറി. ബെറിബെറി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ കൈകളൊക്കെ ഭയങ്കരമായിട്ട് ചുറിഞ്ഞിട്ട് കയ്യിനും അതേപോലെ തന്നെ ശരീരത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫെക്ഷൻ വരുന്ന ആ ഒരു റെഡ് കളറായിട്ട് കാണുന്ന അസുഖമാണ് നമ്മൾ ബെറിബെറി എന്ന് പറയുന്നത്. ആന്റി ബെറിബെറി ഫാക്ടർ ആണ് വൈറ്റമിൻ B1 എന്ന് പറയുന്നത്. പിന്നെ ആന്റി ന്യൂട്രിക് ഫാക്ടർ. ന്യൂട്രിറ്റിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂട്രിക് പറയുമ്പോൾ നെർവ് ഡാമേജുകൾ, നമ്മുടെ തലയിലെ നമ്മുടെ നെർവ് ഡാമേജസിന് കാരണമാവുന്ന ഇഷ്യൂസിന്, അതായത് അങ്ങനെയുള്ള സന്ദർഭങ്ങളെ ചെറുക്കാൻ ആർക്ക് കഴിവുണ്ട്, വൈറ്റമിൻ ബിക്ക് കഴിവുന്നുണ്ട്. അതുകൊണ്ടാണ്, കഴിവുള്ളതുകൊണ്ടാണ് ഇതിനെ ആന്റി ന്യൂട്രിറ്റിക് ഫാക്ടർ എന്ന് വിളിക്കുന്നത്, ന്യൂട്രിറ്റിക് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതിൽ നോക്കണം, ഇവർക്ക് എന്തുണ്ട്, സൾഫർ ആൻഡ് നൈട്രജൻ ഗ്രൂപ്പ് പ്രസന്റ് ആണ്. വൈറ്റമിൻ B1ന് സൾഫറും നൈട്രജൻ ഗ്രൂപ്പും പ്രസന്റ് ആണ്. പിന്നെ ഇവരുടെ വേറൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്, ഇവരുടെ കോഎൻസൈം ആണ് തയാമിൻ പൈറോഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ കോഎൻസൈം പറഞ്ഞു, എന്താണ് കോഎൻസൈം എന്നൊന്ന് പറയട്ടെ. കോഎൻസൈം എന്ന് പറഞ്ഞാൽ കോഫാക്ടർ പറയാം. കോഫാക്ടറിന്റെ ഒരു സബ് കാറ്റഗറിയാണ് കോഎൻസൈം. കോഫാക്ടർ തന്നെ ഓർഗാനിക് മോളിക്യൂൾസും ഉണ്ട്, അതേപോലെ തന്നെ അയോൺസുകളുണ്ട്. ഈ അയോൺസ് ഓർഗാനിക് മോളിക്യൂൾസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കോഎൻസൈംസ്. നമ്മൾ പറയാം നമ്മുടെ ഒപ്പം കോവർക്കേഴ്സ് അറിയും. കോവർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ കോഎൻസൈം എന്ന് പറഞ്ഞാൽ എന്താ, എൻസൈമിന്റെ കൂടെ നിൽക്കുന്ന ആൾ. എൻസൈം എന്തായാലും ഒരു പ്രവർത്തനം അവിടെ ചെയ്യാവും. അപ്പൊ എൻസൈമിന്റെ ആ പ്രവർത്തനത്തിൽ സഹായിക്കുന്ന ആളെയാണ് കോഎൻസൈം. എൻസൈം അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ ആ എൻസൈമിനെ അസിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അതാണ് കോഎൻസൈം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കോഎൻസൈം കോഫാക്ടറിന്റെ സബ് കാറ്റഗറി ആയിട്ട് വരുമ്പോൾ കോഎൻസൈമും കോഫാക്ടറും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരണ്ടേ? അതായത് ഈ ഒരു കോഎൻസൈം എന്ന് പറയുമ്പോൾ എൻസൈമുമായിട്ട് എങ്ങനെ ലൂസ്ലി ബൗണ്ട് ആയിരിക്കും, ലൂസ് ആയിട്ടുള്ള കണക്ഷൻ ആണ്. ലൂസ് ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട് ഉണ്ടായിരിക്കാം. എന്നാൽ
കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ലൂസും ഉണ്ട് ടൈറ്റും ഉണ്ട്. ലൂസ് അല്ലെങ്കിൽ ടൈറ്റ്. മറ്റേത് ലൂസ് ആയിട്ടും കാണാം, ടൈറ്റ് ആയിട്ട് കാണാം. ഇവിടെ ലൂസ് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അതേ ഉള്ളൂ കോഫാക്ടറും കോഎൻസൈമും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും എന്താണ്? രണ്ടും എൻസൈമിനെ സഹായിക്കാനുള്ള നോൺ പ്രോട്ടീൻ പാർട്ടാണ്. ഇപ്പൊ പറഞ്ഞില്ല, നോൺ പ്രോട്ടീൻ പാർട്ടാണ്. പ്രോട്ടീന്റെ നോൺ പ്രോട്ടീൻ പാർട്ടാണ്. അപ്പൊ രണ്ടും നമ്മുടെ കോഎൻസൈംസ്, അതായത് കോഎൻസൈം എന്ന് പറയുമ്പോൾ വൈറ്റമിൻസിനെ എൻസൈംസിനെ സഹായിക്കുന്ന ഒരു ഏജന്റ് തന്നെയാണ് നമ്മുടെ കോഎൻസൈം എന്ന് പറഞ്ഞാൽ. ആ ഒരു എൻസൈം ആ ഒരു റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു റിയാക്ഷനെ കുറച്ചും കൂടെ സ്പീഡ് ആക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കുറച്ചും കൂടെ ആ ഒരു റിയാക്ഷൻ കുറച്ചും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന, അതിന്റെ കൂടെ നിൽക്കുന്ന ആളെയാണ് എന്ത് വിളിക്കുന്നത്? കോഎൻസൈം വിളിക്കുന്നത്. ഇവിടെ കാണുന്ന ഒരു കോഎൻസൈം ആണ് വൈറ്റമിൻ B1ന്റെ കോഎൻസൈം ആണ് തയാമിൻ പൈറോഫോസ്ഫേറ്റ്. തയാമിൻ ഇവിടെ കിട്ടും, തയാമിൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയാമിൻ കിട്ടും കേട്ടോ, തയാമിൻ പൈറോഫോസ്ഫേറ്റ്. ഇനിയാണ് ഞാൻ പറഞ്ഞു ബെറിബെറി. ബെറിബെറി എന്താന്ന് പറഞ്ഞു? ബെറിബെറി രണ്ട് രൂപത്തിലുണ്ട്. വെറ്റ് ബെറിബെറി, അതായത് വെറ്റ് നനഞ്ഞ, അതായത് ഒരു ഈർപ്പം പോലെ വെറ്റ് ബെറിബെറി ഉണ്ട്, ഡ്രൈ ബെറിബെറി ഉണ്ട്. വെറ്റ് ബെറിബെറി എന്താ? നമ്മുടെ ഹൃദയത്തിനെയാണ് ബാധിക്കുക, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ ബാധിക്കുമ്പോൾ ഡ്രൈനെസ്, നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം വരും. നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. വെറ്റ് ബെറിബെറി നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കും. നമ്മൾ ഭയങ്കര ഹൃദയം ഭയങ്കര ലോലമാണ്. ലോലം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വെറ്റ് നെയിമിംഗ് ആണ് വരുന്നത്. ഡ്രൈ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്മൾ തീരെ വെള്ളം കുടിച്ചില്ല, ഭയങ്കര ഡ്രൈനെസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തലവേദനയൊക്കെ വരും. അപ്പൊ എന്താണ്? ഇത് നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ഇനി വൈറ്റമിൻ B1ന്റെ ഫുഡ്സ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാവും. നമുക്ക് അറിയാം, നമ്മുടെ തവിടിലാണ് മെയിൻ ആയിട്ടുള്ളത് വൈറ്റമിൻ B1. ബ്രൗൺ റൈസ്, പിന്നെ ഷെൽഫിഷ്, പിന്നെ അതേപോലെ തന്നെ വീറ്റ് ബ്രെഡ്, സ്വീറ്റ് പൊട്ടാറ്റോ, അസ്പരാഗസ്, ലെന്റില്, ഓട്ട്മീല്, ബീഫിന്റെ ലിവർ, അതേപോലെ തന്നെ സീസെയിം സീഡുകള്, നാവി ബീൻസുകള്, മെക്കാഡമിയ നട്ട്സ്, അങ്ങനെയുള്ള ഫുഡ്സിലാണ് മെയിൻ ആയിട്ട് എന്ത് വേണം? മെയിൻ ആയിട്ട് തവിട് ഓർത്താൽ മതി. തവിടിന്റെ അതില് നമ്മൾ നന്നായിട്ട് ഉണ്ടാവും ഇത്. ഇനി നോക്കേണ്ട സാധനമാണ് വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം. ഇതുമായിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞു ബെറിബെറി കണ്ടീഷൻ പറഞ്ഞു, വൈറ്റമിൻ B1 ബന്ധപ്പെട്ടാണ് ബെറിബെറി. അടുത്താണ് വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം. വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോളജിക്കൽ റിലേറ്റഡ്, അതായത് ന്യൂറോൺസിനെ ബാധിക്കുന്ന ഒരു അസുഖങ്ങളാണ്. രണ്ടും വേറെ വേറെയാണ് വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ന്യൂറോണുമായിട്ട് റിലേറ്റ് ചെയ്ത അസുഖങ്ങളാണ് ഈ വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം. അതും എങ്ങനെ? തയാമിന്റെ കുറവ് വഴി ഉണ്ടാവുന്ന ന്യൂറോളജിക്കൽ ഡിസീസുകളാണ് ഈ ഒരു വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ. ഇത് നോക്കണം. ആഫ്റ്റർ ലിങ്ക് ടു ക്രോണിക് ആൽക്കഹോൾ. നമ്മൾ എല്ലാവരും അറിയാം, നമ്മൾ ക്രോണിക് ബാച്ചിലർ സിനിമ കണ്ടിട്ടുള്ളവരാ. ക്രോണിക് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ കാലമായിട്ട് ബാച്ചിലർ, അതേപോലെ കുറെ കാലമായിട്ട് മദ്യപിക്കുന്ന ഒരാൾക്ക് ഓൾറെഡി ഒരു തയാമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, കുറെ കാലമായിട്ട് മദ്യപിക്കുന്നുണ്ടെങ്കിൽ എന്ത് വരും? വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം വരും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നമ്മൾ ഒരിക്കലും തെറ്റിക്കരുത്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നമ്മുടെ ന്യൂറോൺസിന് വരുന്ന ആ ഒരു പ്രശ്നമാണ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസിന് ഉണ്ടാവുന്ന ആ ഒരു ഡിസീസ് ആണ് വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം. കൺഫ്യൂഷൻ, നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതേപോലെ ന്യൂറോൺസിനെ ബാധിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഓൾറെഡി വരുമല്ലോ. പിന്നെ അതേപോലെ അറ്റാക്സിയ എന്ന് പറഞ്ഞാൽ മസിൽ കോർഡിനേഷന്റെ കുറവ്. മസിൽ കോർഡിനേഷൻ ആകെ ഇല്ലാണ്ടിരിക്കുക. പിന്നെ അതേപോലെ ഒഫ്താൽമോപ്ലീജിയ പറഞ്ഞാൽ നമ്മുടെ കണ്ണിലുള്ള മസിലുകളൊക്കെ ഉണ്ട്, നമ്മുടെ കണ്ണിലെ മസിലൊക്കെ പാരലൈസിസ് ചെയ്യും. നമ്മളിപ്പോ നമുക്ക് എന്തെങ്കിലും തലവേദനയോ വിഷന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണൊക്കെ പോയി നോക്കും, കണ്ണിലെ ഞരമ്പ് നോക്കും, അതേപോലെ തന്നെ വിഷൻ ചെക്ക് ചെയ്യും. അപ്പൊ ഡോക്ടേഴ്സ് നമ്മുടെ ഞരമ്പുകളൊക്കെ നോക്കുമ്പോൾ പറയും. അപ്പൊ ഇതേപോലെ ഐ മസിൽ ആകെ പാരലൈസ്ഡ് ആവും, നമുക്ക് മസിലൊക്കെ ഭയങ്കരമായിട്ട് കോർഡിനേഷൻ ഉണ്ടാവാതിരിക്കുക, കൺഫ്യൂഷൻ. അതിനെ ആ ഒരു കോർഡിനേഷൻ ഉണ്ടാവാത്തതിനെ നമ്മൾ അറ്റാക്സിയ എന്ന് വിളിക്കുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഒഫ്താൽമോപ്ലീജിയ ഉണ്ടാവുക. ഒഫ്താൽമോപ്ലീജിയ പറയുമ്പോൾ ഐ മസിൽ ആകെ പാരലൈസ്ഡ് ആവുക, പിന്നെ കൺഫ്യൂഷൻ. ഈ ഒരു കണ്ടീഷൻ ആണ് നമ്മുടെ വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോംസിന് ഉണ്ടാവുക. അപ്പൊ വെർണിക്കോ കൊർസാക്കോ സിൻഡ്രോം ബെറിബെറി ആണ് നമ്മുടെ ഏതുമായിട്ട് ബന്ധപ്പെട്ട്? വൈറ്റമിൻ B1 ബന്ധപ്പെട്ടത്. ഇനി എസെൻഷ്യൽ ഫോർ കൺവേർട്ടിംഗ്, ഇതിന്റെ ഫംഗ്ഷൻ എന്താ? എസെൻഷ്യൽ ഫോർ കൺവേർട്ടിംഗ് കാർബോഹൈഡ്രേറ്റ് ഇൻടു എനർജി. അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ തവിടിൽ കൂടുതൽ, അപ്പൊ തവിട് എന്ന് പറഞ്ഞാൽ അരിയാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിനെ എനർജി ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ്? B1 ആണ്. പിന്നെ ഹെൽത്തി മ്യൂക്കസ് മെമ്പറൈൻ, നമ്മുടെ ശ്ലേഷ്മ സ്തരത്തിനൊക്കെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമുള്ളതാണ്. ഭക്ഷണം ദഹിക്കാൻ, അതേപോലെ തന്നെ നമ്മുടെ മസിൽസിനൊക്കെ ഭയങ്കര സ്ട്രെങ്ത്, നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് തരിക, ഫുഡിന്റെ ദഹനത്തിന്, മ്യൂക്കസ് മെമ്പറൈന്റെ ഹെൽത്ത്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ള റോൾ ആർക്കുണ്ട്? നമ്മുടെ വൈറ്റമിൻ B1 ഉണ്ട്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് B2ലേക്ക് പോവുകയാണ്. B2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈബോഫ്ലാവിൻ ആണ്. അതായത് B2ന്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ. ഈ റൈബോഫ്ലാവിൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കണം? ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എനർജി റിലീസിങ് പ്രോസസ് ആണ്. എനർജി റിലീസ് ചെയ്തിട്ട് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ തന്നെ ഫാറ്റുകള്, പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റബോളൈസ് ചെയ്യുന്ന റിയാക്ഷൻ ആണ് മെറ്റബോളൈസ് ചെയ്യുക.
മെറ്റബോളൈസിങ് റിയാക്ഷൻ ആണ് നമ്മൾ ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ വൈറ്റമിൻ B2 ഒരു ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ ആണ്. ഒരു സ്റ്റേറ്റ്മെന്റിൽ തന്നാൽ നമ്മൾ നമുക്ക് അറിയാത്ത കേസിൽ നമ്മൾ അത് തെറ്റിക്കരുത്. എന്താണ് ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ ആണ് വൈറ്റമിൻ B2. അതായത് ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനർജി കിട്ടുന്ന, അതായത് എനർജി പ്രൊഡ്യൂസിങ് പ്രോസസ് ആണ്. ഈ എനർജി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റുകളെയും അതേപോലെ ഫാറ്റിനെയും അതേപോലെ പ്രോട്ടീൻസിനെയൊക്കെ മെറ്റബോളൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ ഈസ്റ്റില്, മുട്ടയില്, മാംസത്തില്, പിന്നെ നമ്മുടെ പയറുവർഗ്ഗങ്ങളിലൊക്കെ നന്നായിട്ടുള്ളതാണ് വൈറ്റമിൻ B2. അത് നോക്കാം, ബീഫിൽ കാണാം, പിന്നെ അതുപോലെ ലോ ഫാറ്റ് മിൽക്കില്, സാൽമണില്, മഷ്റൂംസില്, പിന്നെ സ്പിനാച്ചില്, ആൽമണ്ടില്, ലീൻ പോർക്കില്, അവോക്കാഡോ, എഗ്ഗിലൊക്കെ നന്നായിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇതിന്റെ അസുഖം നോക്കാം. അസുഖം നോക്കുമ്പോൾ അതേ പോയിന്റ് തന്നെയാണ് ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ആയി പോയതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗമാണ് ഞാൻ എന്താന്ന് പറഞ്ഞു, ഇതിന്റെ രാസനാമം റൈബോഫ്ലാവിൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ് അരിബോഫ്ലാവിനോസിസ്. അരിബോഫ്ലാവിനോസിസ് എന്ന് പറഞ്ഞാല് റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖമാണ് അരിബോഫ്ലാവിനോസ്. അതായത് നമ്മുടെ ബോഡിയിൽ എന്താണ് നമ്മുടെ റൈബോഫ്ലാവിൻ, അതായത് വൈറ്റമിൻ B2ന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഒരു അസുഖമാണ് റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അരിബോഫ്ലാവിനോസിസ്. പെട്ടെന്ന് നമുക്ക് ആ ഒരു റൈബോഫ്ലാവിൻ എന്ന പേര് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഇവിടെ കണ്ടോ റൈബോഫ്ലാവിൻ എന്ന പേര് നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടും. പിന്നെ അടുത്തതാണ് കീലോസിസ്. കീലോസിസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കണേ, കീലോസിസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ചുണ്ടിന്റെ നോക്കിയേ, ഈ ചുണ്ടിന്റെ ഈ സൈഡ് രണ്ട് സൈഡൊക്കെ എന്താ ഇവിടെ ഭയങ്കരമായിട്ട് വീക്കം കാണാം, ഇൻഫ്ലമേഷൻ കാണുന്നുണ്ട്, പിന്നെ അതേപോലെ ചുണ്ട് പൊട്ടിയിട്ടൊക്കെ കാണാം, കുറെ ക്രാക്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്, മുറി പോലെ ക്രാക്കുകൾ. ആ കണ്ടീഷൻ ആണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, കീലോസിസ്, ഇൻഫ്ലമേഷൻ. പിന്നെ ക്രാക്കുകളൊക്കെ നമുക്ക് കാണാം. അതാണ് കീലോസിസ് എന്ന് പറയുന്നത്. പിന്നെ സെബോറിക് ഡാമറ്റൈറ്റിസ്. സെബോറിക് ഡാമറ്റൈറ്റിസ് ഇവിടെ ഞാൻ പിക്ചർ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലവരൊക്കെ മേലിൽ കാണാം ഭയങ്കരമായിട്ട് ഡ്രൈനെസ്, ഭയങ്കര സ്കെയിലി ആയിട്ട് കാണാം, ഭയങ്കരമായിട്ട് ചുറിയുള്ള പോലെ നന്നായിട്ട് കാണാം. സോ ആ ഒരു സ്കിൻ കണ്ടീഷൻ ആണ് നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. അപ്പോ നമ്മുടെ B2 ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് എന്തൊക്കെ ഞാൻ പറഞ്ഞു, അരിബോഫ്ലാവിനോസിസ് പറഞ്ഞു, കീലോസിസ് പറഞ്ഞു, പിന്നെ അതേപോലെ സെബോറിക് ഡെർമറ്റൈറ്റിസും പറഞ്ഞു. ഇനി ഇതിന്റെ ഫംഗ്ഷൻ നോർമൽ ഗ്രോത്തിന് അത്യാവശ്യമാണ്. മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ. ഈ ഒരു ഓക്സിഡേറ്റീവ് റിഡക്ഷൻ റിയാക്ഷൻ വഴിയാണ് നമുക്ക് എനർജി കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു. ഈ എനർജി വെച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, കാർബോഹൈഡ്രേറ്റിനെയും ഫാറ്റിനെയും പ്രോട്ടീൻസിനൊക്കെ മെറ്റബോളൈസ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇതിന് മെറ്റബോളിസം, ഈ ഒരു കാർബോഹൈഡ്രേറ്റിന്റെ ഫാറ്റിന്റെ പ്രോട്ടീൻസിന്റെ ഒക്കെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഈ ഒരു B2. പിന്നെ അതേപോലെ ദഹനത്തിനും ഒരു സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ B2. ഓക്കെ, അടുത്താണ് വൈറ്റമിൻ B3. വൈറ്റമിൻ B3 എന്ന് പറഞ്ഞാൽ എന്താണ്, നിയാസിൻ ആണ്. അതായത് നമ്മുടെ വൈറ്റമിൻ B3യുടെ രാസനാമാണ് നിയാസിൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ പ്രിക്കേഴ്സർ ഓഫ് കോഎൻസൈം NAD. അതായത് ഇവിടെ ഞാൻ നേരത്തെ എന്താ കോഎൻസൈം എന്ന് പറഞ്ഞു, എൻസൈമിന്റെ കൂടെ നിന്നിട്ട് എൻസൈമിന്റെ പ്രവർത്തനത്തിന് ഒരു സഹായിയായി നിൽക്കുന്ന ആൾ, അതായത് അവരെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. എപ്പോഴും കോവർക്കേഴ്സ് അങ്ങനല്ലേ, കൂടെ നിന്ന് അവരെ അസിസ്റ്റ് ചെയ്യും. അപ്പൊ കോവർക്കർ പോലെ തന്നെ ഒരു കോഎൻസൈം അവിടെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കോഎൻസൈം ആരാ, NAD ആണ്. NADയുടെ ഫുൾ ഫോം എന്താ, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ATP പോലെ എന്താണ് അഡിനിൻ ട്രൈഫോസ്ഫേറ്റ് കേട്ടു. അതേപോലെ തന്നെ ഇവിടെയാണ് NAD, നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ് ആണ് നമ്മുടെ കോഎൻസൈം ആയിട്ടുള്ള NAD. അപ്പൊ ഈ B3യുടെ നിയാസിന്റെ കോഎൻസൈം ആണ് NAD. ചിലപ്പോ ഒരു എന്ത് ചെയ്യാം, ഇവർക്കൊരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ തന്നിട്ട് ഇങ്ങനെ പ്രിക്കേഴ്സർ ഒക്കെ മാറ്റി തരികയാണെങ്കിൽ നമ്മൾ മറക്കരുത്, NAD ആണ് B3ന്റെ എന്തെന്ന് പറഞ്ഞത്, പ്രിക്കേഴ്സർ എന്ന് പറഞ്ഞത്. ഇനി ഇവരുടെ സോഴ്സ് എന്താ, ഹോൾ സീരിയൽസിൽ കാണാം, ടൊമാറ്റോയിൽ കാണാം, പൊട്ടാറ്റോ, മീറ്റ്, ഫിഷിലൊക്കെ കാണാം. അതായത് ഇവിടെ കണ്ടോ ബ്രൗൺ റൈസിൽ കാണാം, മഷ്റൂംസില്, അവോക്കാഡോയില്, ഗ്രീൻ പീസ്, നമ്മുടെ പയറില്, പീനട്സില്, ടൂണയിലൊക്കെ നന്നായിട്ട് കാണുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു വിറ്റാമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ. ഇനി നോക്കുന്നത് DNA സിന്തസിസിന് നിയാസിൻ ആവശ്യമാണ്. അതായത് നമ്മുടെ DNA സിന്തസിസിന് ഭയങ്കര അധികം അത്യാവശ്യമുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഏത് എന്ന് പറഞ്ഞാല് വൈറ്റമിൻ B3. അതേപോലെ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ, ടെസ്റ്റോസ്റ്ററോൺ. നമുക്കറിയാം മെയിൽ ഫീമെയിൽ സെക്ഷൽ ഹോർമോൺസുകളാണ് ഈ ഒരു ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ. നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ. അപ്പൊ അതിന്റെയൊക്കെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ, അതിന്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B3 ആണ്, അല്ലെങ്കിൽ വൈറ്റമിൻ നിയാസിൻ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. ആലോചിക്കണം, മറക്കരുത്.
പിന്നെ നമ്മുടെ ബോഡിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ പല ടോക്സിക് ഏജൻസ് ഉണ്ട്, അതിനൊക്കെ ഡീടോക്സിഫൈ ചെയ്യുന്നതിലും വൈറ്റമിൻ B3ക്ക് വളരെയധികം പങ്കുണ്ട്. ഇപ്പൊ DNA സിന്തസിസ് ആലോചിക്കണം. DNA സിന്തസിസിന്റെ ഒപ്പം ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോണും കൂടെ നോക്കണം. അതിന്റെ പ്രൊഡക്ഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കൂടെ ബോഡിനെ ഡീടോക്സിഫൈ ചെയ്യും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് പെല്ലഗ്രാം. വൈറ്റമിൻ B3യുടെ അല്ലെങ്കിൽ നിയാസിന്റെ കുറവ് വഴി നമുക്ക് ഉണ്ടാവുന്ന ഒന്നാണ് പെല്ലഗ്ര. പെല്ലഗ്ര എന്ന് പറയുന്നത് വൈറ്റമിൻ B3യുടെ അല്ലെങ്കിൽ നിയാസിന്റെ കുറവ് വഴി ഉണ്ടാകുന്നതാണ് ഇത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് 4Ds. എന്താണ് 4Ds?